അഭിമാനത്തോടെ പലതും പറയാനുണ്ട്. പക്ഷേ ഒന്നുകൂടെ നിങ്ങൾ ചെവി തുറന്ന് കേട്ടോളൂ. ആളുകൾ കേട്ടോളൂ, ചെവി കൊണ്ട് തുറന്നത് കേട്ടു. കാന്തപുരം ഉസ്താദ് മഹത്തായ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജാഅ ഖായിദുനാ, അല്ലാഹു അക്ബർ. ആട്ടിരമ്പുന്ന അലമാലകൾക്കോ, കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങൾക്കോ, തകർത്തു പെയ്യുന്ന പോനാരികൾക്കോ ആദർശ ശക്തിയെ തകർക്കാനാവില്ല എന്ന പ്രഖ്യാപനവുമായി ഇന്ത്യൻ മുസൽമാന്റെ നവോത്ഥാന നായകൻ വേദിയിലേക്ക്. ഞാൻ വലിയ ഭാഗ്യവാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ആദരിക്കുന്ന സംപൂജ്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകൾ ഈ വേദിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും ആർത്ത് വിളിച്ചുകൊണ്ടാണ് സ്വാഗതം ചെയ്തത്. അപ്പോൾ മൈക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ വൻപിച്ച രീതിയിൽ എനിക്ക് കഴിയുന്ന മുഴുവൻ ശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ. ഔപചാരികമായിട്ടുള്ള സ്വാഗതമൊക്കെ വേറെ നടന്നു എങ്കിൽ പോലും AP എന്ന വലിയ നാമം അത് നമ്മെ എല്ലാവരെയും ആവേശഭരിതരാക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തോടെ ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സമുദായം ഈ മേഖലയിൽ കേരളത്തിലെ എത്രമാത്രം ശക്തമായിട്ട് ആ പ്രവാചകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതും മുന്നോട്ട് എങ്ങനെ നീങ്ങണം എന്നുള്ളതിനും വളരെ വ്യക്തമായിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും ആദരണീയനായ AP അബൂബക്കർ മുസ്ലിയാർ അവറുകൾക്ക് തീർച്ചയായിട്ടും 1000 അഭിവാദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വവും ഈ സംഘടനയുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ സമുദായം വളരെ വളരെ മുന്നോട്ട് ഈ മേഖലയിലുള്ള ജനങ്ങൾക്കും ഈ രാജ്യത്തുള്ള ജനങ്ങൾക്കും ഇവിടുത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഖുർആനിൽ പറയുന്ന സഹോദര്യത്തിൻ്റെതായ ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ വലിയ ശക്തമായിട്ടുള്ള സന്ദേശം ജീവിക്കുന്ന രീതിയിൽ തന്നെ നൽകുവാൻ വരുത്തുന്ന രീതിയിൽ മുന്നേറാൻ ഇടവരട്ടെ. അസൂയാലുക്കളെ, നിങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്നിട്ടെന്തേ നിങ്ങൾക്ക് ചിന്ത വരാത്തത്? താങ്കളും താങ്കളുടെ അനുയായികളും ഇനിയും രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. ഓ മൗലവി, കൈരളിയിലെ ഏറ്റവും വലിയ മുസ്ലിം പണ്ഡിത സഭയായ സമസ്തയുടെ പിന്നിൽ അണിനിരന്ന കാരണത്താൽ ലക്ഷക്കണക്കിന് മുസ്ലിമുകളെയല്ലേ താങ്കൾ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞത്? പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അച്ചങ്ങാടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണ്. സമസ്തയോടും സമസ്തയുടെ പിന്നിൽ അണിനിരന്ന ലക്ഷക്കണക്കിന് അനുയായികളോടും അസൂയ വെച്ച താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും രക്ഷിതാവിന്റെ അടുക്കൽ രക്ഷപ്പെടണോ? എങ്കിൽ സുന്നി ജനലക്ഷങ്ങളോട് താങ്കൾ മാപ്പ് പറഞ്ഞു. ഇല്ലെങ്കിൽ രക്ഷിതാവ് പൊറുക്കാത്ത ഒരു കാര്യമുണ്ട്. അത് താങ്കൾ മറന്നുപോയോ? ഓർക്കില്ല. എന്തുകൊണ്ട്? അസൂയ പൊറുക്കണമെങ്കിൽ മറ്റവന്റെ അഭിമാനത്തിൽ ഇവൻ കയ്യെത്തിട്ടുണ്ട്, അവനെ കൊണ്ട് പുസ്തപിടിക്കേണ്ടി വരും. കള്ളുകുടി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കും. പക്ഷെ അസൂയന്റെ കളി അള്ളാഹിനോട് പറഞ്ഞാൽ പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആരെക്കൊണ്ട് പുസ്തപിടിക്കണം? ആരോട് അസൂയ കളിച്ചോ അയാളോട്. തെരുവോരങ്ങളിൽ തെറിയഭിഷേകം നടത്തി തെരുവുകളെ മലിനമാക്കാൻ ശ്രമിക്കുന്ന താങ്കളോടും താങ്കളുടെ തെറിപ്പൂരങ്ങൾക്ക് ആവേശം പകർന്ന് തക്ബീർ വിളിക്കുന്ന അനുയായികളോടും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ.
സുന്നി സമൂഹത്തെയും പണ്ഡിത നേതൃത്വത്തെയും ഭ്രാന്താലയത്തിന്റെ കൂടാണെന്ന് താങ്കൾ വിളിച്ചുകൂകുമ്പോൾ ഒരു കാര്യം താങ്കൾ മറക്കരുത്. മൂക്കിലേക്ക് പഞ്ഞു തിരുകുന്ന ഒരു നിമിഷം മറക്കരുത്. അതാണ് സുന്നി സമൂഹത്തിനോ താങ്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞി കയറുമ്പോ ബോധമുണ്ടാവും. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നമുക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞി കയറുമ്പോ ബോധമുണ്ടാവും. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ. നമുക്കിലൊക്കെ ഇങ്ങനെ പഞ്ഞി കയറുമ്പോ ബോധമുണ്ടാവും. ബോധമുണ്ടാവില്ല. ഇപ്പോ ഇവിടെ കുറെ ആളുകൾക്ക് ഭ്രാന്താന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണ്, അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ല. ഇപ്പോ ഇവിടെ കുറെ ആളുകൾക്ക് ഭ്രാന്താന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മൾ കാലത്തിനോട് യോജിക്കാത്ത ആളുകളാന്ന് നിനക്ക് നിന്റെ വലിയ ബുദ്ധിസഞ്ചി തൂക്കിയ ആളുകൾ കൂട്ടിയിട്ട് ഈ 10 പേർക്കാണ് ഈ മുസ്ലിംമാർക്ക് കാലത്തോട് യോജിക്കാത്ത മുസ്ലിംമാരാണ്, അവർക്ക് ബോധമില്ലായിട്ട് നിനക്ക് തോന്നുകയാണ്. മൂക്കിലേക്ക് പഞ്ഞിട് കയറുമ്പോ മനസ്സിലാവും ഒരു സെക്കൻഡിന്റെ വില. ഒരു സെക്കൻഡ് തരികയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം? എന്ത് കൊടുത്തോളാം എന്ന് വെച്ചാൽ എന്താണോ അതിന് പകരം വേണ്ടത് ഒക്കെ കൊടുത്തോളാം. എന്റെ കയ്യിലൊക്കെ വേണോ? തരാ. ഒരു സെക്കൻഡ്. അല്ലാഹു പറഞ്ഞു കേൾക്കണോ? നരകത്തിന്റെ അവസ്ഥ എന്താ? നരകത്തിൽ ആകെ മനുഷ്യന് കൊലയുള്ളത് ഇന്നത്തെ ഈ ദിവസത്തെ കുറിച്ചാണ്. അപ്പേ ഞങ്ങളോട് സത്യം പറയാം. മൗലവി, താങ്കൾ ജനമധ്യത്തിലിരുന്ന് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചോ ജനങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം ശരീരത്തോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ജനങ്ങളെ പേടിപ്പിക്കണമെങ്കിൽ സ്വയം പേടിയുണ്ടാവണം. സ്വയം പേടില്ലാത്ത ജനങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല. അത് നടക്കൂല, അത് നടക്കൂല. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജനങ്ങളെ പേടിപ്പിക്കാൻ താങ്കൾ നടത്തുന്ന ശ്രമങ്ങൾ കൈരളിയുടെ മണ്ണിൽ നടപ്പിലാവാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ നാവുകൊണ്ട് എത്രയെത്ര പച്ചക്കളവുകളാണ് സമസ്തക്കെതിരെയും സുന്നി പണ്ഡിത നേതൃത്വത്തിനെതിരെയും നിങ്ങൾ പടച്ചുണ്ടാക്കിയത്. ആ നാവുപയോഗിച്ച് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് താങ്കൾ പറയുമ്പോൾ മൗലവി, സുന്നി പണ്ഡിത നേതൃത്വത്തിനെതിരെ താങ്കൾ പറഞ്ഞ പച്ചക്കള്ളം ഞങ്ങൾ മറക്കുകയില്ല. അന്ന് ഞങ്ങൾ ചോദിച്ചു, എന്തേ ഇതുവരെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലല്ലോ? ഓ മൗലവി, മറന്നുപോയോ നിങ്ങൾ അന്ന് പറഞ്ഞ പച്ചക്കള്ളം? കേൾക്കണോ? 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 ഇയാൾ 2 കോടി ഞാൻ പൈസ കൊടുത്തു, ബാക്കി പൈസ കൊടുക്കാനുള്ള പൈസ പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ താങ്കൾ മറക്കരുതോ, താങ്കളും താങ്കളുടെ അനുയായികളും ആരുടെ മക്കളാണെന്ന്. അതെ, ശംസുൽ ഉലമയും കണ്ണിയത്ത് കാതിൽ പഠിപ്പിച്ച പാമ്പാവ് ഇതാണ് മൗലവി. ഇനിയും ചോദിക്കുകയാണ്, കാന്തപുരം ഉസ്താദ് 2 കോടി പലിശക്ക് കൊടുത്തുവെന്നും ബാക്കി പലിശക്കുള്ള പണം തന്റെ കയ്യിലുണ്ടെന്നും എപ്പോൾ, എവിടെ വെച്ച്, ആരോടാണ് പറഞ്ഞതോ തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾ തന്നെ തെളിയിക്കുക. മറുപടി ഉണ്ടെങ്കിൽ താങ്കൾ തന്നെ മറുപടി പറയുക. ഖാസിമി, അസൂയ അഗ്നിയാണ്. സുന്നി പണ്ഡിത നേതൃത്വത്തോടുള്ള അസൂയയിൽ നിന്നും ഉടലെടുത്തതല്ലേ നിങ്ങളുടെ ഈ 2 കോടിയുടെ ആരോപണം? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെ കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞത് മറക്കരുത് കേട്ടോ. അല്ലോലം ആ ഒരു വിഭാഗം ആലിമീങ്ങൾ എല്ലാവരും എന്നല്ല, ഉലമാക്കളിൽ വലിയ വിഭാഗം ഹസദ് കാരണം ഹിസാബ് പോലും ഇല്ലാതെ അവരെ നരകത്തിലുണ്ടാക്കും. കാരണം എന്തുകൊണ്ട്? അസൂയയും. എന്തെങ്കിലും അസൂയയുടെ കാര്യം? ഭൗതിക താല്പര്യത്തിന്റെ പിന്നിൽ ഭൗതികതയെ നിസ്സാരവൽക്കരിക്കണമെന്ന് പറയുന്ന സമൂഹത്തിനെ